ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെതിരെ കർഷകർ ധർണ നടത്തി. അഖിലേന്ത്യാ കിസാൻ ഖേത് മസ്ദൂർ സംഘടനയാണ് ധർണ നടത്തിയത്. സംയുക്ത കിസാൻ മോർച്ചയുടെ അഖിലേന്ത്യാ പ്രതിഷേധ ദിനത്തിന്റെ ഭാഗമായാണ് ധർണ സംഘടിപ്പിച്ചത്. താരതമ്യപ്പെടുത്താൻ കഴിയാത്ത രണ്ട് ശക്തികൾ തമ്മിലാണ് ഇത്തരമൊരു കരാർ വന്നിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ നിർബാധം ഇന്ത്യയിലേക്ക് ചുങ്കം ഒഴിവാക്കി കൊടുത്ത് ഇറക്കുമതി ചുങ്കം ഒഴിവാക്കി കൊടുത്തോ ഗണ്യമായി കുറച്ചു കൊടുത്തുകൊണ്ടോ കൊണ്ടുവരണം എന്നുള്ളതാണ് അമേരിക്ക ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഞങ്ങളാണ് ഫസ്റ്റ്, അമേരിക്ക ഫസ്റ്റ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ലോകത്തെ മുഴുവൻ കെടുതിയിലാക്കിക്കൊണ്ട് ലോക ജനതയെ മുഴുവൻ അവരുടെ മുഴുവൻ ആൾക്കാരുടെയും ജീവിതത്തെയും അവരുടെ തൊഴിലിനെയും ഒക്കെ തകർത്തുകൊണ്ട് ഒരു യുദ്ധം ഇറാനുമേൽ മധ്യേഷ്യയിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധം ഇന്ന് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഈ കൊച്ചു കേരളത്തിലടക്കം അതിൻ്റെ നിരവധി മേഖലകളിലേക്ക് വരെ കടന്നു വന്നിരിക്കുകയാണ്. അത്തരത്തിൽ അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി എന്ത് വൃത്തികേടുകളും ചെയ്യുന്ന ഒരു രാജ്യവുമായി നമ്മൾ കരാറുണ്ടാക്കിയിട്ട് പറയുകയാണ് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ കർഷകർക്ക് നേട്ടമുണ്ടാകുമെന്നാണ് BJPയും അതിൻ്റെ അനുകൂലികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ്, എവിടെയാണ് നേട്ടമുണ്ടാകുന്നത്? ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെതിരെയാണ് അഞ്ചൽ ആറോ ജംഗ്ഷനിൽ അഖിലേന്ത്യാ കിസാൻ ഖേത് മസ്ദൂർ സംഘടന ധർണ സംഘടിപ്പിച്ചത്. സംയുക്ത കിസാൻ മോർച്ച ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ പ്രതിഷേധ ദിനത്തിന്റെ ഭാഗമായായിരുന്നു ധർണ. ജില്ലാ പ്രസിഡന്റ് N വിജയകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റുകളുടെ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് അവർ നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഏത് നയങ്ങളായാലും ശരി, അത് വിദ്യാഭ്യാസ മേഖലയിലായാലും ശരി, കാർഷിക മേഖലയിലായാലും വ്യാവസായിക മേഖലയിലായാലും ഏത് മേഖലയിൽ അവർ കൊണ്ടുവരുന്ന നയങ്ങൾ കോർപ്പറേറ്റുകളുടെ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് ഈ നയങ്ങൾ നടപ്പിലാക്കുന്നത്. ബഹുഭൂരിപക്ഷം ജനങ്ങളെയും തകർത്ത് തരിപ്പണമാക്കുന്ന നടപടികളാണ് അതിൽ നിന്നുണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ആ കരാറും കൊണ്ടുവന്നിരിക്കുന്നത്. ആ കരാറിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന കർഷകരുടെ താല്പര്യമല്ല, ന്യൂനപക്ഷം വരുന്ന ഇവിടുത്തെ കോർപ്പറേറ്റുകളുടെ താല്പര്യത്തിന് വേണ്ടിയാണ് ഈ കരാറ് വരുന്നത്. അല്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾ നേരെ ചൊവ്വേ ജീവിച്ചോണ്ട് എന്ന് കണക്കിലെടുത്തുകൊണ്ടല്ല ഈ നയങ്ങളൊന്നും തന്നെ ഈ ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. കൊല്ലം ജില്ലാ സെക്രട്ടറി G ധ്രുവകുമാർ അധ്യക്ഷത വഹിച്ചു. S രാഘവൻ, ഫിലിപ്പ് ജോസഫ്, K മഹേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ദിവസങ്ങളിൽ സമരം ചെയ്തുകൊണ്ട് ഐതിഹാസികമായ സമരം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമരം, ആ സമരത്തിലൂടെ മോദിയെ മുട്ടുമടക്കി കർഷകരുടെ മുമ്പിൽ മോദി അടിയറവ് പറഞ്ഞ ഒരു ചരിത്രം ഇവിടെയുണ്ട്. അത് കർഷകർക്ക് കഴിഞ്ഞതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഡൽഹിയിൽ അതിനുശേഷം ഇന്ന് വിദ്യാർത്ഥികളും യുവാക്കളും സംഘടിച്ച് സമരത്തിലാണ്. കാരണം ഇന്ത്യയിൽ ഇനി സമരത്തിലൂടെ മാത്രമേ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കൂ എന്ന് ഈ അടുത്ത കാലത്തായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. ആവശ്യത്തിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. എന്തായാലും ഇവിടെ കർഷകരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആ കർഷക സമരത്തിൽ ആ കോഡുകൾ പിൻവലിച്ചെങ്കിൽ പോലും കർഷകരുമായി നടത്തിയ കരാറുകൾ ഇനിയും നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.